ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ടും പോവാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ടു കാണും. അത് പറയുന്നതിന് മുന്നേ ഇന്നത്തെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കുറച്ച് ഡിസ്കംഫർട്ടബിൾ ആണ് കേട്ടോ. കുറച്ച് ഡിസ്കംഫർട്ട് എനിക്കുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇത് താങ്ങാൻ പറ്റാത്ത വലിയൊരു കമ്മലൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുകയായിരിക്കും, എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർ ഒരു പക്ഷേ വിചാരിക്കും ഇതെന്ത് ഇത്രയും വലിയ കമ്മലൊക്കെ ഇട്ടിട്ടിരിക്കുന്നതെന്ന്. ആക്ച്വലി ഇതൊരു അബദ്ധം പറ്റിയതാണ് കേട്ടോ. അബദ്ധം പറ്റിയെന്ന് വെച്ചിരുന്നാൽ ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതാണ്. ഞാൻ ആക്ച്വലി കുഞ്ഞാണെന്നാണ് വിചാരിച്ചത്, ചെറിയ കമ്മലാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും ഭയങ്കര ഒരു ഗടാഗടിയും കമ്മലായി പോയടേ. പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയ കമ്മലൊക്കെ ഇടുമായിരുന്നു. ഇപ്പോൾ പക്ഷേ ഞാൻ ഒത്തിരി നാളായിട്ട് അങ്ങനെ ഇടാറില്ല. അപ്പോൾ ചെറുതാണെന്ന് വിചാരിച്ചാണ് എടുത്തത്. പക്ഷേ വന്നപ്പോഴത്തേക്കാണ് ഇത്രയും വലുതായി പോയെന്ന് അറിഞ്ഞത്. അപ്പോൾ പിന്നെ എന്തായാലും ഒരു ജീവിതം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോകുമെന്നൊന്നും എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ അതാണ് ഞാൻ ഓർത്ത് എന്തായാലും വീഡിയോ എടുക്കാൻ നേരം സാധാരണതയിൽ നിന്നും ഇപ്പം ഇന്ന് PPT ഒന്നും അല്ലല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ അത് കാരണം ഈ ഒരു കമ്മലൊക്കെ ഇട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. മറ്റ് PPT ഒക്കെ പറയുന്ന സമയത്ത് കുറച്ചുകൂടെ നമ്മൾ പ്രൊഫഷണൽ കാര്യങ്ങളാണല്ലോ അപ്പോൾ കുറച്ചുകൂടെ പറയുന്നത്. അപ്പോഴത്തേക്ക് ഇങ്ങനത്തെ കമ്മലൊക്കെ ഇട്ടിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് എന്തോ എനിക്കൊരു ചേരാത്ത പോലെ തോന്നും. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമ്മൾ ലൈറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ടിപ്സ് ടു ബി പോസിറ്റീവ് ടു ഹാൻഡിൽ സ്ട്രെസ് ഇൻ ടീച്ചിങ്. അപ്പോൾ ടീച്ചിങ്ങിൽ ആക്ച്വലി പൊതുവെ ആൾക്കാർ പറയാറുണ്ട് ടീച്ചിങ് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ജോബാണെന്ന്. അത് ടീച്ചേഴ്സിനറിയാം. നമ്മൾ എവിടെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മഷിയിട്ട് നോക്കണം. ആക്ച്വലി ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു 24 hour ജോബാണ് ആക്ച്വലി. കാരണം നമ്മൾ വീട്ടിൽ വന്ന് കഴിഞ്ഞിരുന്നാലും പഠിപ്പിക്കാനുള്ളത് പ്രിപ്പയർ ചെയ്യണം. അടുത്ത PPT പ്രസൻറ്റേഷൻ ഉണ്ട്, പേപ്പർ വർക്ക് കാണും, നമ്മുടെ പേഴ്സണൽ പേപ്പർ പ്രസൻറ്റേഷൻസ് കാണും, പേപ്പർ കറക്ഷൻ കാണും, നോട്ട്ബുക്ക് കറക്ഷൻ കാണും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. പിന്നെ പുറമേ നിന്ന് നോക്കുമ്പോൾ രാവിലെ ഓക്കെ ഒരു 7:30 നമ്മൾ ജോബിന് കയറുന്നു, 3:30 ആകുമ്പോൾ ഫ്രീ ആവുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ ജോബിനും അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനും ഉള്ളതുപോലെ ടീച്ചിങ്ങിനും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയുള്ള സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ഭയങ്കര സ്ട്രെസ്സ് വരും. നമുക്കങ്ങ് ഇട്ടിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് തന്നെ തോന്നും. അങ്ങനെയുള്ള ചില സമയങ്ങളൊക്കെ നമുക്ക് വരും. അതും ഇതും ഇൻറ്റേർണൽ മാർക്സും അസസ്മെൻറ്റും പേപ്പർ കറക്ഷനും പേപ്പർ പ്രസൻറ്റേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ദേഷ്യവും ഒക്കെ വരുന്ന ചില സമയങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഭയങ്കര നെഗറ്റീവായിട്ട് അടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നത്, ഞാനൊരു ആവറേജ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. പേഴ്സണലി ഞാൻ എന്നെ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി, ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ടീച്ചറോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ടീച്ചിങ് ഫീൽഡിൽ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ കണ്ടുപിടിക്കണം അങ്ങനെയുള്ളവരെയാണ് ശരിക്കും പാഷനേറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ളൊരു ആളൊന്നും അല്ല. അപ്പം ചില സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരുപാട് വർക്ക്സൊക്കെ വരുമ്പോഴേക്കും എവിടെയെങ്കിലും ഇതൊക്കെ കളഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുള്ള, ഞാൻ എന്തിനു വീണ്ടെടുത്തു എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പം എന്നെപ്പോലെയൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് യൂസ്ഫുൾ ആവുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ, ഭയങ്കര സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ചെയ്തിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത്, അത് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ്, സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് എ പ്രയർ. അപ്പോൾ PPT ഇവിടെ സ്ലൈഡിൽ ഓരോരോ ഇതായിട്ട് വന്നോളും കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് എ പ്രയർ, അത് നമ്മൾ ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യമാണ്. ആദ്യമേ തന്നെ പറയാറുണ്ട്, ഇന്നത്തെ ദിവസം മിന്നിച്ചേക്കണേ എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പം സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് എ പ്രയർ. ഒരു പ്രയറിലൂടെ നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്ര നെഗറ്റീവായിട്ടിരിക്കുകയാണെങ്കിലും എവിടെയെങ്കിലും നമുക്കൊരു പോസിറ്റീവ് എനർജി അപ്പോൾ കിട്ടും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും ചെയ്യുന്ന കാര്യം തന്നെയാണ്. എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രയർ, ഇന്നത്തെ ദിവസം ഒന്ന് ഓക്കെ ആക്കിയേക്കണേ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ടിപ്പാണ് കേട്ടോ അതപ്പോൾ. ഇനി അങ്ങനെ പ്രേ ചെയ്യാതെയൊക്കെ എണീക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് പ്രേ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളതെന്ന്. പക്ഷേ എന്നിരുന്നാലും ഭയങ്കര സ്ട്രെസ്സൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഒരു നല്ല പ്രയറോട് കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവും. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നോട്ട് ഡൗൺ ടു ഡു ലിസ്റ്റ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ചില സമയത്ത് നമ്മുടെ ഫീൽഡിൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് വരും. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ കാണും, ബ്ലൂ പ്രിൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ കാണും, നമുക്ക് മാർക്കിംഗ് സ്കീം പ്രിപ്പയർ ചെയ്യാൻ കാണും, ഇൻറ്റേർണൽ അസസ്മെൻറ്റ് എൻറ്റർ ചെയ്യാൻ കാണും, നമ്മുടെ പവർ പോയിന്റ് അടുത്ത ആഴ്ചത്തേക്കുള്ള പവർ പോയിന്റ് പ്രിപ്പയർ ചെയ്യാൻ കാണും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ചുറ്റും വരുമ്പോഴേക്കും നമുക്ക് ആകെ ഒരു മടുപ്പ് തോന്നും. അപ്പം നമുക്ക് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും. അപ്പോൾ വിട്ടുപോകുമ്പോഴത്തേക്ക് നമ്മുടെ HOD നമ്മളെ ഒന്ന് വഴക്ക് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഒന്ന് ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നമ്മുടെ സ്കെഡ്യൂളിലുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, കുട്ടികളുടെ അറ്റൻഡൻസ് എടുക്കുക, പോർഷൻസ് കംപ്ലീഷൻ ആണോ എന്നുള്ള കാര്യം നോക്കുക, നോട്ട്ബുക്ക് കറക്ഷൻ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അല്ലാതെ ഇതേപോലെ ഇങ്ങനെ കറങ്ങി വരുന്ന ചില സംഗതികളുണ്ടല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുക, ബ്ലൂ പ്രിൻ്റ് സെറ്റ് ചെയ്യുക, മാർക്കിംഗ് സ്കീം സെറ്റ് ചെയ്യുക, പിന്നെ കറക്ഷനായിട്ട് HODക്ക് അയക്കുക, പിന്നെ അതേപോലെ നമ്മുടെ പവർ പോയിന്റിൻ്റെ പ്രസൻറ്റേഷൻസിൻ്റെ കാര്യങ്ങൾ എന്തായെന്ന് ചെക്ക് ചെയ്യുക, ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ മാർക്സ് എൻ്റർ ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ടീച്ചേഴ്സിന് അറിയാമായിരിക്കുമല്ലോ. അപ്പം അപ്കമിങ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരും കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ കുറേ സംഗതികൾ ഒരുമിച്ച് വരും. പ്രത്യേകിച്ച് ഒരു എക്സാം ഒക്കെ അടുക്കുന്ന സമയത്ത് ഒരു 2 വീക്സ് തൊട്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്നേ ദിവസം ക്ലിയർ ചെയ്യാനുള്ളതെന്ന് ചെയ്ത് വെച്ചേക്കുക. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. കാരണം ഭയങ്കര ഓർമ്മയായതുകൊണ്ടാണ് എഴുതി വെക്കുന്നത്. അതാണല്ലേ മറന്നു പോവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് എഴുതി വെച്ചിരുന്നാൽ നമ്മൾ അതെങ്കിലും ഒന്ന് എടുത്ത് നോക്കുമല്ലോ എന്തൊക്കെ ഇനി ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ടിപ്പാണ്. അതായത് എന്നെപ്പോലെ ചില സമയം നമുക്ക് ഇച്ചിരി മടിയൊക്കെ വരുമല്ലോ. ഇതേപോലെ ഒത്തിരിയും വർക്കൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ദേഷ്യവും സ്ട്രെസ്സും എല്ലാം കൂടിയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ മൂഡ് സ്വിങ് ഒക്കെ വരുന്ന ചില ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റിയ ഒരു ടിപ്പാണ്. ഞാനും ഇത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതായത് ഫസ്റ്റ് ഡു ദ ലീസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്ന് നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും നമുക്ക് ഇഷ്ടമല്ലാത്ത സംഗതി എന്താണ്? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാൻ കാണും, ബ്ലൂ പ്രിൻറ്റ്, മാർക്കിംഗ് സ്കീം, ഇതെല്ലാം സെറ്റ് ചെയ്യാൻ കാണും. ബ്ലൂ പ്രിൻ്റൊക്കെ നമുക്കറിയാലോ ഒരു തലവേദന പിടിച്ച സംഗതിയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം എന്താണോ അത് ആദ്യം നമ്മൾ ചെയ്ത് തീർക്കുക. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഡു ദ ലീസ്റ്റ് പ്രിഫറൻസ്. ഏറ്റവും ഇഷ്ടമുള്ളത് ആ തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറയുമല്ലോ, അതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ആരാണോ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ആരാണോ അയാളെ ഏറ്റവും ലാസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കുക. അപ്പോൾ ഏറ്റവും ഇഷ്ടമല്ലാത്തതും ഭയങ്കര പാടുള്ളതുമായിട്ടുള്ള കാര്യം ആദ്യമേ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമല്ലാത്തത് ആദ്യമേ ചെയ്ത് തീർക്കുക. അത് നമ്മൾ കുറച്ച് രാവിലെ ഫ്രഷായിട്ടിരിക്കുന്ന ടൈമിൽ തന്നെ ചെയ്യാനും കൂടെ നോക്കുക. അപ്പോൾ പിന്നെയും കുറച്ചും കൂടെ സ്പീഡപ്പ് ചെയ്ത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡു ദ ലീസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഇഷ്ടമുള്ള കാര്യമാണ്. ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള കാര്യമാണല്ലേ. അപ്പോൾ എനിക്കും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ തൽക്കാലം കുറച്ച് ഡയറ്റിലാണെങ്കിലും ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ചായ തന്നെയാണ് അല്ലേ. ഇപ്പം ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. എനിക്ക് പേഴ്സണലി ലൈം ജ്യൂസാണ് കേട്ടോ. ലൈം ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. സോഡയൊക്കെ വെച്ചിട്ടുള്ള ലൈം ജ്യൂസ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഹാവ് എ കപ്പ് ഓഫ് ടീ എന്നാണ് പറഞ്ഞത്. കാരണം ഒരുപാട് പേരും ടീ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് ഭയങ്കരമായിട്ടാവുന്ന സമയത്ത് ഒരു ചെറിയൊരു ചായയൊക്കെ കുടിക്കുക എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം കിട്ടും. നമുക്കവിടെ ക്യാൻറ്റീൻ അവൈലബിൾ ആയിരിക്കുമല്ലോ. എന്തായാലും എല്ലാ സ്കൂൾസിലും മോസ്റ്റ് ഓഫ് ദ സ്കൂൾസ് ക്യാൻറ്റീൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളൊരു ചായയൊക്കെ പോയി കുടിക്കുന്നത് നമുക്ക് ഒന്ന് റീജുവനേറ്റ് ചെയ്യാൻ, നമ്മളെ തന്നെ ഒന്ന് റീജുവനേറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾ സ്കൂളിലവിടെ ടീമായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പേപ്പർ കറക്ഷനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ HOD അന്ന് ഞങ്ങൾക്ക് ചായയൊക്കെ വാങ്ങിത്തരും. അത് ആക്ച്വലി കുറച്ച് സമയം ആ ഒരു ചായ കുടിക്കുന്ന ആ ഒരു സമയം നമ്മളൊന്ന് സ്ട്രെസ് റിലീഫായിട്ട് വീണ്ടും നമുക്കൊന്ന് റീജുവനേറ്റ് ചെയ്ത് നമ്മുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് വളരെ ഒരു സ്ട്രെസ് റിലീഫ് തന്നെയായിരുന്നു അത്. അപ്പം ഒരു കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഒറ്റയ്ക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽഫ് കമ്പനി നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് പഠിക്കണമല്ലോ.
അപ്പോൾ ജസ്റ്റ് ഹാവ് എ കപ്പ് ഓഫ് ടീ. ചായ ഇഷ്ടമുള്ള ആൾക്കാർ അവർ ചായ ഒന്ന് കുടിച്ച് നോക്കുക. പിന്നെ എന്നെപ്പോലെ ലൈം ജ്യൂസ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലൈം ജ്യൂസ് മേടിച്ചൊന്ന് കുടിച്ച് നോക്കുക കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് നേരം ഒന്ന് ആ ഒരു ലൈം ജ്യൂസിൻ്റെ ഒരു തണുപ്പൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളൊക്കെ അങ്ങ് തണുക്കും. അപ്പം നമ്മൾ ഒന്ന് സ്ട്രെസ്സൊക്കെ ഒന്ന് ഫ്രീ ആവും കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പോയിൻ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനത് ചെയ്തിട്ടുള്ള കാര്യവുമാണ് കേട്ടോ. അതായത് സെറ്റ് എ പോസിറ്റീവ് ഗോൾ ഫോർ യുവർ സെൽഫ് ടു അച്ചീവ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് വീക്ക്. അപ്പോൾ അതായത് നമ്മളൊരു വീക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. മൺഡേ ആകുമ്പോഴേ നമ്മളിങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത പോലെയാണ് എണീക്കുന്നത്. കാരണം രാവിലെ നമുക്ക് 7 o'clock ഇറങ്ങണം, 7:30 സ്കൂളിൽ കയറണമല്ലോ. അപ്പോൾ ഒരു 7 o'clock ഇറങ്ങേണ്ടത് കൊണ്ട് തന്നെ മൺഡേ രാവിലെ ഒരു ഉഷാറും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരിക്കലും പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. പക്ഷേ ടീച്ചിങ് പാഷനേറ്റ് ടീച്ചറൊന്നും അല്ല, പക്ഷേ ടീച്ചിങ് ഇഷ്ടമാണ്, അത്രയേ ഉള്ളൂ. അപ്പം മൺഡേ ഒക്കെ എനിക്ക് ഭയങ്കര ഇങ്ങനെ മൺഡേ ആയല്ലോ ദൈവമേ, ഇനി ഫ്രൈഡേ വരെ തള്ളി നീക്കണമല്ലോ എന്നായിരുന്നു ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഈ ഫ്രൈഡേ വരെ നമുക്ക് എത്തിപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് വേണം. 5 ദിവസമൊക്കെ ഭയങ്കര നീളമുള്ള പോലെ തോന്നും ചില സമയത്ത്. അപ്പോൾ മൺഡേയിൽ ഞാനൊരു ഗോള് സെറ്റ് ചെയ്യും. അതായത് ഈ ഒരു ഫ്രൈഡേ ആണല്ലോ നമ്മുടെ വീക്കെൻഡ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു ഔട്ടിങ് പോവുക, സാറ്റർഡേ സൺഡേ വരുമ്പോൾ എന്തെങ്കിലും ഔട്ടിങ്ങിന് പോവുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുക. ചിലപ്പോൾ ഒരു ചെറിയ കമ്മലായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലിപ് ഷെയ്ഡ്സ് ആവാം, ചിലപ്പോൾ ഒരു ഡ്രസ്സ് ആവാം, എന്തെങ്കിലും. അത് ഡിപ്പെൻസ് ആണ്, ഓരോ ആൾക്കാർക്ക് അവരവരുടെ ഇഷ്ടമാണ്. ചിലർക്ക് ചിലപ്പോൾ പുറത്ത് പോയി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുന്നതായിരിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കും. ഈ ഫ്രൈഡേ ആകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം. മിക്കപ്പോഴും എൻ്റെ ഒരു നേച്ചർ വെച്ച് മിക്കപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ ഡ്രസ്സ് എടുക്കുമോ അല്ലെങ്കിൽ കമ്മലെടുക്കുമോ, ഇങ്ങനെയൊക്കെ ഉള്ള സംഗതികളാണ് ഞാൻ പേഴ്സണലി ചെയ്യുന്നത്. ഭയങ്കര വലുതൊന്നുമല്ല, ചെറിയ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. ഭയങ്കര കോസ്റ്റ്ലി ഒന്നും ആവാത്ത, ആഴ്ചയ്ക്ക് നമുക്ക് വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സംഗതികളൊന്നും മേടിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചെറിയ കമ്മലായിരിക്കാം, ചിലപ്പോൾ ഒരു ലിപ് ഷെയ്ഡായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു ഗോള് സെറ്റ് ചെയ്ത് വെച്ചേക്കുക, ഈ ഫ്രൈഡേ ആകുമ്പം അത് ചെയ്യാന്നുള്ളത്. പിന്നെ കുക്കിങ്ങൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രൈഡേ ആകുമ്പോഴേക്കും നമ്മൾ ഈ ഒരു സംഗതി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് ഗോള് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്, നമ്മളിങ്ങനെ ഭയങ്കര സ്ട്രെസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫ്രൈഡേ ഇങ്ങനൊരു സംഗതി ഉണ്ടല്ലോ എന്നോർക്കുമ്പോൾ നമുക്ക് പേഴ്സണലി ഒരു സന്തോഷം വരും. അപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പൊതുവേ ചെറിയ കാര്യം മതി, പെട്ടെന്ന് എനിക്ക് സന്തോഷം വരും. ചിലപ്പോൾ ഒരു കുഞ്ഞ് ഔട്ടിംഗ് ആയിരിക്കും, എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവായിരിക്കും. നമ്മുടെ ആ ഒരു സ്ട്രെസ്സ് ഒന്ന് റിലീഫ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണലി ഉള്ള ഒപ്പീനിയനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പോയിൻ്റാണിത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് പോയിന്റിലേക്ക് പോവാം. അതായത് ഈറ്റ് പ്രോപ്പർ ഫുഡ് ആൻഡ് എൻഡ് യുവർ ഡേ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും ബേസിക്കലി എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? 3 നേരം വിശപ്പ് വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നതും പണിയെടുക്കുന്നതും എല്ലാം അതിനാണ് അല്ലേ? അപ്പോൾ ഒരു ഡേ എങ്ങനെ എൻഡ് ചെയ്യണം എന്ന് വെച്ചാൽ ചിലപ്പോൾ രാവിലെ പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് പറ്റി കാണില്ല, ഉച്ചയ്ക്ക് ചിലപ്പോൾ തിരക്ക് കാരണം പറ്റി കാണില്ല, പക്ഷേ രാത്രിയിൽ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, പ്രത്യേകിച്ച് എല്ലാ ദിവസവും അല്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ട്രെസ്സൊക്കെ വരുന്ന ദിവസങ്ങളിലാണ് കേട്ടോ, ഇഷ്ടമുള്ളൊരു ഫുഡ് എന്താണോ അത് മേടിച്ച് കഴിക്കുക കേട്ടോ. അതായത് എല്ലാ ദിവസവും നമുക്ക് ഇതേപോലെ ഭയങ്കര സ്ട്രെസ് ആവണം എന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ ഭയങ്കര സ്ട്രെസ്സായിരുന്നു, രാവിലെയും ശരിയായില്ല, ഉച്ചയ്ക്കും ഒന്നും അങ്ങോട്ട് വിചാരിച്ച പോലെ ഒന്നും പറ്റിയില്ല, അങ്ങനെയൊക്കെ ഉള്ള ചില ദിവസങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ രാത്രി വീണ്ടും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എൻഡ് യുവർ ഡേ വിത്ത് പ്രോപ്പർ ഫുഡ് ആൻഡ് ഓൾസോ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അന്നത്തെ ഒരു ദിവസം അത് എന്തോ ആയിക്കോട്ടെ, എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ഭയങ്കര സന്തോഷമാവണമെന്നില്ല. ചില ദിവസം ടെൻഷൻ കാണും, ചില ദിവസം വിഷമം കാണും. ബട്ട് എനിവേ എൻഡ് യുവർ ഡേ വിത്ത് എ ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഒരു ഇന്നത്തെ ദിവസം ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അതിന് ദൈവത്തോടൊരു നന്ദി പറയുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഒരുപക്ഷെ ഈ വീഡിയോ ഒന്നും അത്ര എഫക്റ്റീവ് ആവണം എന്നില്ല.
എന്നെപ്പോലെ ആൾക്കാർ ഉള്ളവരുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്കിത് യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്, ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ എനിക്ക് മിക്കപ്പോഴും കമൻസും ലൈക്കും ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു വലിയ താങ്ക് യു കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനുമൊക്കെ ഭയങ്കര താങ്ക് യു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, നല്ല വീഡിയോ ആണ് എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടൊക്കെ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് വളരെ ഒരു ലൈറ്റായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ചെയ്തത്. അപ്പോൾ അടുത്ത ദിവസം പവർ പോയിൻ്റ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊരു ലൈറ്റ് ഡേ ആവണമല്ലോ, അപ്പോൾ അങ്ങനെയാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നിങ്ങനെ ഒരു ലൈറ്റ് ടോപ്പിക് ആയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു കമ്മലൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എഗെയിൻ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക് യു.